പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കട്ട് വർക്ക് സാരീസ് ആട്ടോ. ഇതിൽ രണ്ട് ടൈപ്പാണ് കാണിക്കുന്നത്, രണ്ട് റേറ്റിൻ്റെയും. ഒന്ന് സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ കട്ട് വർക്കും കൂടെ. ഒന്നിൽ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും, പക്ഷേ അതിലൊരു ചെറിയൊരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞിരിക്കുന്ന ടൈപ്പ്. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇതൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആ കട്ട് വർക്കിൻ്റെ ഉള്ളിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതിലൊരു വൈറ്റ് ലീവ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. അങ്ങനെ അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്നായിട്ട് കാണാം. ഇതൊരു ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിലും എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ്. ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബോഡി പാർട്ട് സ്കാറ്റേഡായിട്ട് വരുന്നുണ്ട്. ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ഇങ്ങനെയാണ് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും ആ ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റ് ഡിസൈൻ ഇതാണ്. മറ്റൊരു ഡിസൈൻ ഇത് മറ്റൊരു ഡിസൈനും. ഇത് പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ്. അതുപോലെ ആ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളത് മറ്റ് ഡിസൈൻസാണ് കേട്ടോ. കളർ ഇത് സെയിം തന്നെ. അപ്പോൾ ഇതിൻ്റെ വർക്കിൽ മാറ്റമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇത് സെൽഫായിട്ടാണ് വരിക, സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. അപ്പോൾ ഈ വൈറ്റ് ഇങ്ങനെ വരുന്നതിനാണ് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. 2135 വരിക. മറ്റൊരു ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളാണ്, പക്ഷേ എന്നാലും ഞാനതൊന്ന് ഇങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ. വലിയ മാറ്റങ്ങളില്ല, ചെറിയൊരു മാറ്റങ്ങൾ. മറ്റൊരു ഡിസൈൻ. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 2135 ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ സെൽഫ് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ബോഡി പാർട്ടിൽ ഇങ്ങനെയും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 2135 ഇതിൻ്റെ തന്നെ മറ്റ് ഡിസൈൻസ്. ഇതാണ് വേറൊരു ഡിസൈൻ. ഇത് അടുത്ത ഡിസൈൻ. മറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നു. ഇങ്ങനെ ബോഡി പാർട്ട് പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ സെൽഫ് എംബ്രോയ്ഡറി വർക്കിൻ്റെ റേറ്റ് വരുന്നത് 2135. ഇങ്ങനെ ബോഡി പാർട്ടിൽ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇനി ഇതിൻ്റെ കളേഴ്സ്. ഇത് വരുന്നത് 2259 ഈ സാരി വരിക. ഇതിൽ വരുന്ന പ്രത്യേകത ഇതാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. മറ്റൊരു ഡിസൈൻ. സെൽഫായിട്ടുള്ള ഡിസൈൻ. ഡിസൈനിലുള്ള മാറ്റം കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും. ഇത് മറ്റൊരു ഡിസൈൻ. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാട്ടോ. മെറ്റീരിയൽ എല്ലാം സെയിം, കളറ് സെയിം, പക്ഷേ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലും കട്ട് വർക്കിലുമാണ് മാറ്റം വരിക. ഇത് ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന
ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, പിന്നെ ബോർഡറും. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം വർക്ക് തന്നെ വരുന്നു. ഇതിൻ്റെ തന്നെ ഡിസൈനുകളാണ്. കളർ ഇത് തന്നെ, ഡിസൈനിൽ സ്വല്പം ഡിഫറൻസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ഇല്ല. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നതാണ്. മറ്റൊരു ഡിസൈൻ. കളറ് സെയിം. അതുപോലെ അതിൻ്റെ ഈ ഇതിൽ വരുന്ന വൈറ്റ് എംബ്രോയ്ഡറി വർക്കിൽ മാത്രം മാറ്റം വരുന്നുള്ളൂ. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇത് മറ്റൊരു ഡിസൈൻ. ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിലും വൈറ്റ് എംബ്രോയ്ഡറി വർക്കുകളാട്ടോ വന്നിരിക്കുന്നത്. കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഇതിൽ സെൽഫായിട്ട് തന്നെ വരിക. ഇങ്ങനെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135. കൺഫ്യൂഷൻ വരാതിരിക്കാനാട്ടോ ഞാനിതിങ്ങനെ ഓരോന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയണേ. ഇതാണ് ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കുകൾ. ഇത് മറ്റൊരു ഡിസൈൻ. ഡിസൈനിലുള്ള ഡിഫറൻസ് മാത്രം, ഒത്തിരി മാറ്റമൊന്നുമില്ല, പക്ഷേ ഉണ്ട് താനും. ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേലും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കട്ട് വർക്ക് വന്നിരിക്കുന്നു, എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ സെൽഫായിട്ട് വന്നിരിക്കുന്നതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259. സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണ്. കളറ് സെയിം, വർക്കിൽ മാത്രം ഡിഫറൻസ് വരുന്നു. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2135. ഇത് പിങ്ക്, അതിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. അതുപോലെ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് അതിൻ്റെ ഉള്ളിലും കൂടെ വന്നിരിക്കുക. അങ്ങനെ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണിത് വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് വരുന്നു. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ഈ ഡിസൈൻ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259. ഇനി ഇതിൻ്റെ കളറിൽ തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണിത് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2139. ഇനി അടുത്ത ഒരു ഷെയ്ഡാണ് ഇത്, പർപ്പിൾ ഷെയ്ഡ്. ഇതിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2259. അപ്പോൾ ഞാൻ ഈ കട്ട് വർക്കിൻ്റെ കുറേ ടൈപ്പ് കാണിച്ചു. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.